ഇതൊരു മുസ്ലിം ഫ്ലേവറുള്ള മുന്നണിയാണ് എന്ന് പറയാതെ പറയുന്നുണ്ട് ശത്രുക്കളെല്ലാം ഇപ്പോഴും. ജയിച്ചാൽ മുസ്ലിം ലീഗുകാർക്കാണ് കൂടുതൽ അധികാരം കിട്ടാൻ പോകുന്നത്. മുസ്ലിം ലീഗാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി. അതൊരു മുസ്ലിം മുന്നണിയാണ്. മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SDP എന്നൊക്കെ പറയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നഷ്ടം അനുഭവിക്കാൻ സാധ്യതയുള്ളത് ഈ പറഞ്ഞ മധ്യ കേരളത്തിലടക്കം ഒരു പക്ഷേ തിരിഞ്ഞ് പ്രവർത്തിച്ചേക്കാം. എന്ന് വെച്ചാൽ ഇത് നമുക്ക് മാണിസാറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ മാണിസാറും ഉമ്മൻചാണ്ടിയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തെ നമ്മുടെ ഒരു മുന്നണിയല്ല എന്നൊരു ഫീൽ ഒരു പക്ഷേ ഈ മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ മൈനോറിറ്റിക്കിടയിൽ പ്രവർത്തിച്ചേക്കാം. ആ അപകടത്തിൻ്റെ സാധ്യതയെ പൂർണ്ണമായും ഇല്ലാതാക്കണം. നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിന് ഇടമുള്ള, മാണിസാറിൻ്റെയും ജോസഫ് സാറിൻ്റെയും പാർട്ടികൾക്കിടമുള്ള, കോൺഗ്രസ് ഉള്ള എല്ലാ തരത്തിലും ചേർക്കപ്പെട്ട ഒരു മുന്നണിയാണ് എന്ന ഫീൽ ഉണ്ടാവണം. അത് ഏറ്റവും അതിന് അടിയന്തര ആവശ്യമായിട്ട് കാണുന്ന ലീഗാണ്. കാരണം ലീഗിൻ്റെ പേരിലാണ് ഈ ചാപ്പയും ആക്രമണവും മുഴുവൻ ഉണ്ടാകുന്നത്. ലീഗിന് അതിനെ തടുത്തു നിർത്താൻ ജോസഫ് മാണി ഗ്രൂപ്പിനെ തിരിച്ചു കൊണ്ടുവരാൻ അവർ അത്യാവശ്യമായിട്ട് അവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരതിന് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. ആ പ്രഷർ വർക്ക് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. തിരിച്ചു പോകാം എന്ന് ഒരു കൂട്ടം ആളുകൾ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഒരു കൂട്ടം ആളുകൾക്ക് അവിടെ നിന്ന് നിന്നാൽ മതി. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ അവിടെ മന്ത്രിയാണ്. LDFുമായിട്ട് ഏറ്റവും നല്ല റാപ്പോ കീപ്പ് ചെയ്യുന്ന അദ്ദേഹമാണ്. CPM അദ്ദേഹമായിട്ട് നിരന്തരമായും ബന്ധം പുലർത്തുകയും നല്ല ബന്ധത്തിലുമാണ്. അവിടെ റോഷി പറഞ്ഞ് നമ്മളോട് പോകേണ്ട കാര്യം ഇല്ല എന്ന്. റോഷി ആ സാധ്യതയാണ്. LDFിനകത്ത് നിന്നുള്ള സാധ്യതയും ആ പാർട്ടിയുടെ തലപ്പത്തേക്കുള്ള സാധ്യതയും റോഷി കാണുന്നു. എനിക്കൊന്നും ജോസ് കെ മാണിയും റോഷിയും എടുത്ത് ഒരുപക്ഷെ ഒരു സ്കിൽഡ് പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ കേരള കോൺഗ്രസിലുള്ള ഒരു വഴക്കം എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യതകൾ കണ്ട് കളിക്കുക, ഇതൊക്കെ കിട്ടിയിരിക്കുന്നത് എനിക്കൊന്ന് ജോസ് കെ മാണിയേക്കാൾ കൂടുതൽ കിട്ടിയിരിക്കുന്നത് റോഷിക്കാണ്. അപ്പോൾ റോഷി അതിൻ്റെ പ്ലേ എടുക്കുകയാണ്. നെക്സ്റ്റ് നാളെ എന്തായിരിക്കും, നാളെ ആരായിരിക്കും ലീഡർ എന്ന് അദ്ദേഹം മനസ്സിൽ കണക്ക് കൂട്ടുകയാണ്. ആ റിഫ്റ്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ജോസ് കെ മാണിയെ സംബന്ധിച്ചും നേരത്തെ പറഞ്ഞ പോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം അവർക്ക് കാനത്താടി കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് ഏത് തരംഗത്തിലും തകരാത്ത ഒരു ബേസ് ഞങ്ങൾക്കുണ്ടെന്നുള്ള അവരുടെ ഡിമാൻഡ്, അല്ലെ അവരുടെ ഒരു എന്താണ് അവരുടെ ഒരു USB എന്ന് പറയുന്ന സാധനമില്ലേ, അത് പൊളിഞ്ഞു. എന്നുവെച്ചാൽ ഇപ്പോൾ അപ്പുറത്ത് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നു. അവർക്ക് ആധിപത്യം ഉണ്ടായിരുന്ന അവരുടെ അസംബ്ലി സെഗ്മെൻറ്റുകളിലുള്ള എല്ലാ ലോക്കൽ ബോഡികളും അവർക്ക് നഷ്ടമാകുന്നു. സോ ഇനിയും തിരിച്ചു പോയിട്ടൊരു സേഫ് പ്ലേസ് ഉണ്ടാക്കുന്നത് അവർക്ക് അവരുടെ മുമ്പിലെ ഒരു ആലോചന വഴിയാണ്. പക്ഷേ അത് എന്തുമാത്രം എളുപ്പമാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇവരെ വിളിക്കാൻ പറ്റത്തില്ല. കാരണം ജോസഫ് ഗ്രൂപ്പ് എഴുതിക്കുകയാണ്. ജോസഫ് ഗ്രൂപ്പ് കടുത്ത എതിർപ്പിലാണ്. ഇവരെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന കർശന നിലപാടിലാണ് അവരുള്ളത്. വഞ്ചനാ സമീപനം സ്വീകരിച്ചു പോയവരാണ്. നമ്മൾ ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം കൊടുക്കുകയാണെന്നാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ നിലപാട്. എന്ന് മാത്രമല്ല, ജോസഫ് ഗ്രൂപ്പ് കഴിഞ്ഞ ഇലക്ഷനിൽ 10 സീറ്റ് മത്സരിച്ചു. ജയിച്ചത് 2 സീറ്റിൽ മാത്രമാണെങ്കിലും അവർക്ക് ഇനിയും അവിടെ പ്രതീക്ഷകളുണ്ട്. കോൺഗ്രസിനകത്തും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ DCC ഒക്കെ ഇവരെ തിരിച്ചു കൊണ്ടുവരണ്ട എന്ന് വിചാരിക്കുന്നു. കാരണം ജോസഫ് ഗ്രൂപ്പ് കഴിഞ്ഞ തവണ ദുർബല വിജയം നേടിയത് കൊണ്ട് അതിൽ ചില സീറ്റുകൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ ചങ്ങനാശ്ശേരി വേണമെങ്കിൽ നമുക്ക് എടുക്കാം, കുട്ടനാട് നമുക്ക് എടുക്കാം. കാരണം അതൊക്കെ അവർ തോറ്റുപോയതാണല്ലോ. അവിടെയൊക്കെ എടുത്താൽ കോൺഗ്രസിന് അവിടെ ജയിക്കാമെന്ന് കണക്ക് കൂട്ടി കോൺഗ്രസ്സുകാർ ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത്. അപ്പോൾ ജോസഫ് മാണി ഗ്രൂപ്പിനെ തിരിച്ചു കൊണ്ടുവന്നാൽ മാണി ഗ്രൂപ്പ് ചങ്ങനാശ്ശേരിയും കുട്ടനാടും എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട സെഗ്മെൻറ്റ്സ് ആണ്.